ഗസ സിറ്റിയിൽ 18 മാസം പ്രായമുള്ള മുഹമ്മദ് സക്കരിയ അയൂബ് അൽ മദൂക്കിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ ചിത്രം. പ്രേക്ഷകരിൽ പലരും ആ ചിത്രം കണ്ടിട്ടുണ്ടാകും. എല്ലൂന്തിയ മുഹമ്മദ് സക്കരിയുടെ ആ ഫോട്ടോ ഗസയുടെ നേർക്കാഴ്ചയാണ്, യാഥാർത്ഥ്യമാണ്. പോഷകാഹാരക്കുറവ് മൂലം ദിവസേന ഓരോ കുഞ്ഞുങ്ങളും മരണം മുന്നിൽ കണ്ട് കഴിയുകയാണ്. പക്ഷേ കണ്ടു വേദനിക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാകും? ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമാവുകയാണ് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ ഗസയിലേക്ക് പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്നുള്ള ഒരു പദ്ധതി. അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളും ഉണങ്ങിയ മറ്റു ഭക്ഷ്യവസ്തുക്കളും കുപ്പികളിൽ നിറച്ച മെഡിറ്ററേനിയൻ കടലിലേക്ക് എറിയുകയാണ് ഈജിപ്തിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ. ഈ ആശയം സോഷ്യൽ മീഡിയയിൽ തരംഗമായി തന്നെ മാറി. ഈജിപ്തുകാർ കുപ്പികൾ അടച്ച കടലിലേക്ക് എറിയുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചു. നോക്കാം എന്താണ് ഈ ആശയം. ഗസയിലേക്ക് പ്രതീക്ഷയുടെ ഒരു കുപ്പി. നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ അത് അറിയാം. എന്താണ് പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്നുള്ളത്? അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളും ഉണങ്ങിയ മറ്റു ഭക്ഷ്യവസ്തുക്കളും കുപ്പികളിൽ നിറച്ച മെഡിറ്ററേനിയൻ കടലിലേക്ക് എറിയുകയാണ് ഈ ഈജിപ്തിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമെന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് ഇതിനായിട്ടുള്ളത്. ഈ ക്യാമ്പയിനുള്ളത് വലിയ രീതിയിലുള്ള പിന്തുണയും ഇവർക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ കടുത്ത ഉപരോധങ്ങൾ ഗസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും തടഞ്ഞിരിക്കുന്നതിനാൽ അവസാന മാർഗമെന്ന നിലയിലാണ് നിരവധി അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ ചേർന്ന് C2C എ ബോട്ടിൽ ഓഫ് ഹോപ്പ് ടു ഗസ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈജിപ്തിനെ കൂടാതെ ലിബിയ, അൾജീരിയ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലെ പ്രവർത്തകരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നോക്കാം എന്താണ് C2C എ ബോട്ടിൽ ഓഫ് ഹോപ്പ് ടു ഗസ എന്നുള്ളത്. 1-2 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒഴിഞ്ഞ വെള്ളക്കുപ്പികൾ, അവയിലാണ് അരി, ഒപ്പം തന്നെ പയർ, മറ്റ് ആ കുപ്പിയിൽ കൊള്ളുന്ന പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ C2C എ ബോട്ടിൽ ഓഫ് ഹോപ്പ് ടു ഗസ എന്ന പേരിൽ അറിയുന്നത്. ഇന്ന് ഇവ ശക്തമായി അടക്കിയും ഈജിപ്തിൻ, ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ മെഡിറ്ററേനിയൻ രാജ്യങ്ങളുടെ തീരങ്ങളിൽ നിന്ന് കടലിലേക്ക് എറിയുകയും ചെയ്യുകയാണ്. ഈ അന്നക്കുപ്പികൾ ഗസയുടെ എത്തുന്നു എന്നും ജനങ്ങളുടെ പട്ടിണി മാറും എന്നാണ് ഈ C2C എ ബോട്ടിൽ ഓഫ് ഹോപ്പ് ടു ഗസ എന്ന ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നതും പ്രതീക്ഷ വെക്കുന്നതും. മെസ്സേജ് ഇൻ ബോട്ടിൽ, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ. ഈ കുപ്പികൾ ഗസയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ആളുകൾ വിശന്ന് മരിക്കുന്നത് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് ആ ഒരു അടിക്കുറിപ്പോടുകൂടെ ഈ കുപ്പിക്കുള്ളിൽ ചെറിയൊരു കുറിപ്പുമായി ബന്ധപ്പെട്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ കുപ്പി എറിയുന്നത്. മറ്റൊന്ന്, ഈ ക്യാമ്പയിനൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് 21 ലക്ഷം പേർ കടുത്ത പട്ടിണിയിലാണ് എന്നുള്ളതാണ്. ഗസയിൽ ഇസ്രായേലിന്റെ മാനുഷിക സഹായങ്ങൾ നിയന്ത്രണങ്ങൾ മൂലം 2025 ജൂലൈ വരെ ഗസയിൽ 21 ലക്ഷം ആളുകൾ കടുത്ത പട്ടിണിയിലാണ് എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 5 ലക്ഷം പേർക്ക് അതീവ പോഷക ആഹാരക്കുറവുണ്ട് എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. 111 പട്ടിണി മരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അതായത് ജൂലൈ 24 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് 111 പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂലൈ മാസം 24 തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇത്രയും മരണങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത എന്നുള്ളത്. അതിൽ ഏറെയും കുട്ടികളാണ് എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. സഹായ ട്രക്കുകൾ അതിർത്തിയിൽ, അതായത് 950-ലധികം സഹായ ട്രക്കുകൾ ഈജിപ്ത് ഗസ അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ്. ട്രക്കുകളിലുള്ള ഭക്ഷണ സാധനങ്ങളും കൂടുതൽ ചീത്തയായി തുടങ്ങിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ, ജോർദാൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ എയർ ഡ്രോപ്പുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും BK സുഹേൽ നൽകും. ഗസയിൽ ഇന്ന് 14 പേരാണ് പട്ടിണി കാരണം മരിച്ചത്. പട്ടിണി കാരണം മരിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ്. ഈ മരിച്ചവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും കുട്ടികൾ തന്നെയാണ്. 5-1 കുട്ടികൾ ഗസയിൽ മരണത്തെ കാത്തു കഴിയുന്നു എന്ന് UN പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ അവർ ഓരോരുത്തർ ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് ഇനിയും ഇതേ സ്ഥിതി തന്നെ തുടർന്നു കഴിഞ്ഞാൽ കൂട്ട മരണങ്ങൾ തന്നെയായിരിക്കും ഗസയിൽ നടക്കുക എന്ന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ, 100-ലധികം വരുന്ന അന്താരാഷ്ട്ര ഏജൻസികളാണ്
മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇസ്രായേൽ അവരുടെ ക്രൂരത തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടാക്ടിക്കൽ പോസ്റ്റിനെ കുറിച്ച് ഇസ്രായേൽ പറഞ്ഞിരുന്നു. 3 ഇടങ്ങളിൽ ഗസ സിറ്റി, ദേറുൽ ബല, അതേപോലെ തന്നെ അൽമവാസി, ഈ 3 നഗരങ്ങളിൽ സഹായ വിതരണത്തിന് വേണ്ടി 10 മണിക്കൂർ വീതം ഓരോ ദിവസവും ഒരു താൽക്കാലിക വെടിനിർത്തലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ബോംബിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഇങ്ങനെ UN തന്നെ പറയുന്നതനുസരിച്ച് ലോകരാജ്യങ്ങളെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തെയും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അവരുടെ വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള സഹായങ്ങൾ ഗസയിലേക്ക് എത്തുന്നു എന്ന പ്രചാരണം നയിക്കാനാണ് ഇസ്രായേൽ അവരുടെ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഇസ്രായേലിനെ പിന്താങ്ങുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും തുനിഞ്ഞത്. പക്ഷേ ആകെ 70ഓളം ട്രക്കുകൾ മാത്രമാണ് ഇന്നത്തെ ദിവസം ഗസയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് സാധാരണ രീതിയിലാണെങ്കിൽ 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആവുകയുള്ളൂ, ഒരു സാധാരണ രീതിയിലാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുക, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഗസയിലേക്ക് സഹായ വസ്തുക്കൾ എത്താതെ കൊടും പട്ടിണിയിൽ കഴിയുന്ന സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് ട്രക്കുകൾ എത്തിയാലും അതിനാവശ്യമുള്ളത് എത്തുകയില്ല. പക്ഷേ അതിന് പകരമാണ് 700 ട്രക്കുകൾ എത്തുന്നത്. ഇനി ആ ട്രക്കുകൾ എത്തിയതിന് ശേഷമുള്ള അവസ്ഥ നമുക്ക് നോക്കാം. അത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന US-ൻ്റെയും ഇസ്രായേലിൻ്റെയും മരണക്കെണി എന്ന് വിളിക്കപ്പെടുന്ന സഹായ കേന്ദ്രങ്ങളിലേക്കാണ് അത് എത്തിപ്പെടുന്നത്. അവിടേക്ക് തടിച്ചുകൂടി വരുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികൾ, അവരെ ഓരോരുത്തരെയായി കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40ഓളം പേരെയാണ് ഈ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ മാത്രം കൊലപ്പെടുത്തിയത്. അപ്പോൾ ട്രക്കുകൾ വരുന്നു, ആ ട്രക്കുകൾ GHFൻ്റെ കേന്ദ്രങ്ങളിലെത്തുന്നു. അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ, 10,000കണക്കിന് പേർ ഒത്തുകൂടുന്നു. അവിടങ്ങളിലേക്ക് മെഷീൻ ഗണ്ണുകളും അതേപോലെ തന്നെ യുദ്ധ ടാങ്കുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു. ഇതാണ് ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എല്ലാ സഹായങ്ങളും തങ്ങൾ നൽകുന്നുണ്ട് എന്ന നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ വിഷയം ചോദിച്ചു. അദ്ദേഹം EU-മായിട്ടുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു. EU-യും US-ഉം തമ്മിലുള്ള ഒരു ഡീൽ, ഒരു സാമ്പത്തിക ഡീൽ അല്ലെങ്കിൽ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഗസയിൽ നിന്ന് വരുന്ന ഈ ഭീകരമായ ദൃശ്യങ്ങൾ, കുട്ടികളുടെ കൊടും പട്ടിണിയുടെ ചിത്രങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഭയാനകമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെയും ഡൊണാൾഡ് ട്രംപ് ഒരു നുണ ആവർത്തിക്കുകയായിരുന്നു. അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുണ്ട്, പക്ഷേ അത് ഹമാസാണ് തട്ടിയെടുക്കുന്നത്, ഹമാസ് മോഷ്ടിക്കുകയാണ് എന്ന ഒരു പ്രസ്താവന നടത്തി അന്താരാഷ്ട്ര സമൂഹത്തെ വീണ്ടും വിഡ്ഢികളാക്കാനുള്ള ഒരു ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി. ഗസയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ, വിഷമിപ്പിക്കുന്ന വാർത്തകൾ, ഒരു നേരത്തെ അന്നത്തിന് പോലും ഗത്യന്തരമില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ, പോഷക ആഹാരക്കുറവ് മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കണ്ണുനീര്, ആ കണ്ണുനീരിൻ്റെ കൂടുതൽ വാർത്തകളാണ് ഓരോ മണിക്കൂറുകളിലും പുറത്തു വരുന്നത്. BK സുഖയിലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ സമഗ്രമായി നൽകിയത്. ഡീകോഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്.